വെൽക്കം ടു പ്രെപ്സ്കിൽ. HSST ഫിസിക്സിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. HSST ഫിസിക്സിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന് 2025 ജനുവരി 29 വരെയായിരുന്നു അതിന് അപ്ലിക്കേഷൻ അയക്കാനുള്ള സമയം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. HSST ഫിസിക്സിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതോടൊപ്പം തന്നെ നമ്മൾ ബാച്ചുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ HSST ഫിസിക്സിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ രണ്ടാമത്തെ ബാച്ച് ആരംഭിക്കുകയാണ്. 507/2024 എന്ന് പറഞ്ഞിട്ടായിരുന്നു HSST ഫിസിക്സിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. നോട്ടിഫിക്കേഷൻ വന്നതിനോടൊപ്പം തന്നെ PSC പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ HSST ഫിസിക്സിന്റെ എക്സാം ഏകദേശം 2025 ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള സമയങ്ങളിലായിരിക്കാം നടക്കാനുള്ള ഏകദേശ സമയം എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഏകദേശം ഒരു 4-5 മാസമാണ് യഥാർത്ഥത്തിൽ നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ എക്സാമിന് വേണ്ടിയിട്ട് ഒരുങ്ങാനുള്ളൊരു സമയമായിട്ട് ഇപ്പോൾ ലഭിക്കുന്നത്. അപ്പോൾ ഈ HSST ഫിസിക്സിന്റെ ബാച്ച് ആരംഭിച്ച സമയത്ത് ധാരാളം പേര് വിളിക്കുകയും നമുക്ക് എല്ലാവർക്കും അതിൽ അഡ്മിറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പറഞ്ഞു ഓരോ ബാച്ചിലും നമ്മൾ ഫിക്സഡ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഉൾക്കൊള്ളിക്കാറുള്ളൂ, എങ്കിലേ നമുക്ക് ആ ബാച്ച് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനും കാര്യങ്ങൾക്കും നടക്കുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മളോട് ധാരാളം പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമാണ് ഈ HSST ഫിസിക്സിന് വീണ്ടും ഒരു ബാച്ച് തുടങ്ങുന്നുണ്ടോ എന്ന്. അപ്പോൾ നമ്മൾ HSSTയുടെ ഫിസിക്സിന്റെ രണ്ടാമത്തെ ബാച്ച് തുടങ്ങുകയാണ്. ആ രണ്ടാമത്തെ ബാച്ച് തുടങ്ങുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, HSST ഫിസിക്സിനൊക്കെ അപേക്ഷിക്കാനുള്ള സമയം നമ്മൾ പറഞ്ഞു ജനുവരിയിൽ കഴിഞ്ഞു. ഇപ്പോൾ 4526 പേരാണ് ഈ HSST ഫിസിക്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 4526 ആൾ അപ്ലൈ ചെയ്തു എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, ഏറ്റവും നന്നായി പ്രിപ്പയർ ചെയ്യുന്ന, ഏറ്റവും നന്നായി പഠിക്കുന്ന, നമ്മൾ ഏറ്റവും എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് നമുക്ക് ഇതിന് സമയം കൊടുത്ത് നമുക്ക് പഠിക്കാൻ സാധിക്കുമോ അത്രത്തോളം നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് ഈ റാങ്ക് ലിസ്റ്റിൽ വരാനും നമുക്ക് ആ ജോലി നേടാനുമുള്ള ഒരു സാധ്യതയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ HSST ഫിസിക്സിൻ്റെ പുതിയ ബാച്ച് ആരംഭിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ പുതിയ ബാച്ച് ആരംഭിക്കുന്ന സമയത്ത് ഏറ്റവും നല്ല അധ്യാപകർ, ഏറ്റവും നന്നായിട്ട് തയ്യാറാക്കുന്ന ടൈം ടേബിൾ, കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ, കൃത്യമായിട്ടുള്ള എക്സാമുകൾ, റിവിഷൻ എക്സാമുകൾ, മോഡേൺ എക്സാമുകൾ, ഇതിലൂടെ എല്ലാം കടന്നു പോയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഏറ്റവും നല്ല മാർക്ക് വാങ്ങി നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ ഈ ഏറ്റവും നല്ല മുന്നിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ നമ്മൾ HSSTയുടെ നമ്മുടെ പുതിയ ബാച്ചിൻ്റെ അധ്യാപകരെ കൂടി പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് ബാച്ചിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ബാച്ചിലെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ള ഫാക്കൽറ്റി എന്ന് പറഞ്ഞാൽ ഡോക്ടർ P. സേതുമാധവൻ സാറാണ്. നമ്മൾ മുൻപേ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും പ്രഗത്ഭനായ ഫിസിക്സിലെ ഏറ്റവും പ്രശസ്തനായ അധ്യാപകനാണ് അദ്ദേഹം. MPhil PhD, റിട്ടയർഡ് അസോസിയേറ്റഡ് പ്രൊഫസർ ആൻഡ് HOD SN കോളേജ് ചേളന്നൂർ, അവിടെ നിന്ന് റിട്ടയർ ആയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം ഫിസിക്സിൽ എത്രത്തോളം പ്രാഗൽഭ്യമുണ്ട് എന്ന് നിങ്ങൾക്ക് ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. 40-ലധികം വർഷമായിട്ട് ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. 65-ലധികം പുസ്തകങ്ങൾ അദ്ദേഹം ഫിസിക്സിൽ തന്നെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ പല യൂണിവേഴ്സിറ്റികളിലും നമ്മൾ പഠിച്ച പല പുസ്തകങ്ങളുടെയും ഗ്രന്ഥകർത്താവാണ് സേതുമാധവൻ സാറ്. അതുപോലെ തന്നെ 13 ജേണൽ പബ്ലിക്കേഷൻസ്, അപ്കമിങ് ബുക്ക് മാത്തമാറ്റിക്കൽ മെത്തേഡ്സ്, അദ്ദേഹത്തിൻ്റെ പുസ്തകം വരുന്നുണ്ട്. അപ്പോൾ സേതുമാധവൻ സാറാണ് നമ്മുടെ ഫാക്കൽറ്റി പാനലിൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത്. ഇനി നമ്മുടെ രണ്ടാമതായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് സുരേഷ് ബാബു സാറാണ്. അദ്ദേഹം MSc MPhil, റിട്ടയർഡ് അസോസിയേറ്റ് പ്രൊഫസർ ആൻഡ് HOD ഗവൺമെന്റ് കോളേജ് മടപ്പള്ളി, വടകര മടപ്പള്ളി കോളേജിൽ നിന്നാണ്. അദ്ദേഹം അവിടെ അസോസിയേറ്റ് പ്രൊഫസർ ആയിരുന്നു, HOD ആയിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. അദ്ദേഹവും സേതുമാധവൻ സാറെ പറഞ്ഞ പോലെ തന്നെ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തിത്വമാണ്. 40-ലധികം വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട്. അത് നമുക്കറിയാം. UG PG ലെവലുകളായാലും ശരി, JRF നെറ്റ് എക്സാമുകളായാലും ശരി, അതുപോലെ HSST HST തുടങ്ങിയ മത്സര പരീക്ഷകളായാലും ശരി, ഈ വക എല്ലാ മേഖലകളിലും പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം. അപ്പോൾ നമ്മുടെ ഫാക്കൽറ്റി പാനലിൽ നമ്മൾ സുരേഷ് ബാബു സാറിനെ പരിചയപ്പെട്ടു. അതിനുശേഷം അടുത്ത ആളെന്ന് പറയുന്നത് ഡോക്ടർ സുരേഷ് സാറാണ്. സുരേഷ് VC. അദ്ദേഹം റിട്ടയർഡ് അസോസിയേറ്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിക്സ്, PSMO കോളേജ്. 40-ലധികം വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ് അദ്ദേഹം UG ആൻഡ് PG ലെവൽ എക്സാമുകൾ, ഓൾ ഇന്ത്യ കോമ്പറ്റീറ്റീവ് എക്സാമുകൾ, ഇതിനെല്ലാം പരിശീലനം നൽകുന്ന 40-ലധികം വർഷമായിട്ട് ഇതേ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു അധ്യാപകനാണ് അദ്ദേഹം. എക്സ്പെർട്ടൈസ് ഇൻ കോർ ഫിസിക്സ് ആൻഡ് ഇലക്ട്രോണിക്സിലാണ് അദ്ദേഹം എക്സ്പെർട്ടൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹമാണ് നമ്മുടെ ഫാക്കൽറ്റി പാനലിലുള്ള മൂന്നാമതായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന വ്യക്തി.
അതിനുശേഷം അടുത്തത് സനൽ സാറാണ്, സനൽ വി. അദ്ദേഹം MSc പർസ്യൂയിങ് PhD ക്വാണ്ടം കമ്പ്യൂട്ടേഷനിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ് HOD SGASC ബാലുശ്ശേരി. അപ്പോൾ ബാലുശ്ശേരി ശ്രീഗോകുലം ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ HOD ഫിസിക്സ് ആണ് അദ്ദേഹം. 13-ലധികം വർഷമായിട്ട് ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റിയാണ്. UG ആൻഡ് PG ലെവലാണെങ്കിലും ഓൾ കോമ്പറ്റീറ്റീവ് എക്സാം, അതിപ്പോൾ IIT ആയിക്കോട്ടെ, JAM, നെറ്റ്, HSST, HSC തുടങ്ങിയ എല്ലാ മത്സര പരീക്ഷകളിലും പരിശീലനം നൽകുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഫോർമർ പ്രൊജക്ട് അസിസ്റ്റന്റ് അറ്റ് രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫോർമർ പ്രൊജക്ട് അസിസ്റ്റന്റ് ആയിരുന്നു. എക്സ്പെർട്ടൈസ് ഏരിയ ക്വാണ്ടം ഫിസിക്സ് ആൻഡ് ലേസർ ആൻഡ് ഫൈബർ ഒപ്റ്റിക്സ്. അപ്പോൾ നമ്മൾ അധ്യാപക പാനലിൽ, നമ്മുടെ ഫാക്കൽറ്റി പാനലിൽ പരിചയപ്പെട്ട അടുത്ത ആളാണ് സനൽ സാർ. അതിനുശേഷം അടുത്തത് ജിബിൻ EP. അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജിബിൻ സാറ് MTech പർസ്യൂയിങ് PhD, അസോസിയേറ്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, എയർനാറ്റ് നോളജ് സിറ്റി. അപ്പോൾ അവിടെയാണ് അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹവും ഈ പറഞ്ഞ പോലെ 13-ലധികം വർഷമായിട്ട് അധ്യാപന മേഖലയിൽ തന്നെ സജീവമായി നിൽക്കുന്ന വ്യക്തിത്വമാണ്. UG ആൻഡ് PG ലെവൽ എക്സാമുകളാണെങ്കിലും ശരി, കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്കെല്ലാം പരിശീലനം നൽകുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിനും നമ്മൾ പറഞ്ഞു ധാരാളം നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് തന്നെ ഉള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം എക്സ്പെർട്ടൈസ് ചെയ്തിരിക്കുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് മൈക്രോ പ്രോസസ്സറിലാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പെർട്ടൈസ്. ഇനി നമ്മൾ പറഞ്ഞു ഇങ്ങനെയാണ് നമ്മുടെ അധ്യാപക പാനൽ എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടു സേതുമാധവൻ സാറ്, സുരേഷ് ബാബു സാറ്, സുരേഷ് സാറ്, സനൽ സാറ്, ജിബിൻ സാറ് തുടങ്ങി നമ്മളെ പ്രധാനപ്പെട്ട ഫാക്കൽറ്റി പാനലിലെല്ലാം നിങ്ങൾ കണ്ടു. അതുപോലെ തന്നെ പാർട്ട് എയുടെ ഭാഗം, ഇത് നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ ഭാഗം. പാർട്ട് എ എടുക്കുന്ന നമുക്കറിയാം ഈ പറയുന്ന റിനൈസൻസ് പോലെയുള്ള GK പോലെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നതും ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകർ തന്നെയാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു 4500-ൽ പരം ആൾക്കാർ എക്സാമിൽ നിങ്ങളോടൊപ്പം മത്സരിക്കാനുണ്ട്. പക്ഷേ നമ്മൾ ഏറ്റവും നന്നായി തയ്യാറെടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ മുൻപന്തിയിൽ എത്താവുന്ന ഒരു അവസരം കൂടിയാണ് മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ HSSCയുടെ 2ാമത്തെ ബാച്ച്, അതിൻ്റെ സവിശേഷതകൾ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ സമയത്ത് നിങ്ങൾക്കിത് കാണാം, ആവർത്തിച്ച് കാണാം. ഇനി അതിനുശേഷം സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും. കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു നമുക്ക് ഏകദേശം 4-5 മാസമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ സമയം കൊണ്ട് ഈ പറഞ്ഞ സിലബസ് പൂർണ്ണമായിട്ടും കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തു പോകുന്നത്. നിങ്ങൾക്ക് അതിന് PDF നോട്ടുകൾ ലഭിക്കും. അപ്പോൾ നിങ്ങൾ പഠിച്ച ഭാഗത്തിൻ്റെ PDF നോട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്തോ അല്ലെങ്കിൽ നിങ്ങൾക്കത് നോക്കി പഠിക്കുകയോ ക്ലാസ് കാണുന്നതിനോടൊപ്പം നിങ്ങൾക്കത് നോക്കുകയോ ഇതൊക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കത് കൂടുതൽ എഫക്റ്റീവായിട്ട് പഠിക്കാനുള്ള ഒരു മാർഗ്ഗമാണ്. ഇനി നമ്മൾ ഡെയിലി ആൻഡ് വീക്ക്ലി റിവിഷൻ എക്സാമുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് ഓരോ പ്രാവശ്യവും ഓരോ എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്ത് നമ്മളതിലെ മാർക്ക് നോക്കി നമ്മൾ മുന്നോട്ടാണോ, നമ്മളുടെ പുരോഗതി എത്രത്തോളം ഉണ്ടെന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ട് വീക്ക്ലി എക്സാമുകളും അതുപോലെ തന്നെ വീക്ക്ലി റിവിഷൻ എക്സാമുകളും ഉണ്ടായിരിക്കും. ഡെയിലി എക്സാമുകളും ഉണ്ടായിരിക്കും. പ്രീവിയസ് ഇയർ എക്സാമുകൾ ഉണ്ടായിരിക്കും. അതുപോലെ മോഡൽ എക്സാമുകൾ ഉണ്ടായിരിക്കും. ഓരോ എക്സാമിന് ശേഷവും ഒരു ഓൾ കേരള റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും. ഈ റാങ്ക് ലിസ്റ്റിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ എത്രത്തോളം പഠിച്ചു, എത്രത്തോളം മാർക്ക് കിട്ടി, ഏത് ഭാഗമാണ് ഞാൻ വീക്കായിട്ടുള്ളത്, ഏത് ഭാഗമാണ് ഞാൻ സ്ട്രോങ് ആയിട്ടുള്ളത്, ഏത് ഭാഗം ഞാൻ കൂടുതൽ പഠിക്കണം, എത്രത്തോളം മുന്നേറാനുണ്ട് തുടങ്ങിയ ധാരണകൾ നിങ്ങൾക്ക് സ്വയം ഉണ്ടാവും. അതുപോലെ തന്നെ ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ ഉണ്ടാവും. റെക്കോർഡഡ് ക്ലാസ്സുകൾക്ക് പുറമെ ലൈവായിട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനുകൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള അവസരമുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ പുതിയ ബാച്ച് അടുത്ത തിങ്കളാഴ്ച, അതായത് 10-ാം തീയതി 10/2/2025 നമ്മുടെ പുതിയ ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ് HSST ഫിസിക്സിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഒരു നമ്പറിൽ ഒന്ന് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി. എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, താങ്ക് യു.